ഹലോ, അസ്സലാമു അലൈക്കും. 2ാം ക്ലാസ്സിലെ മക്കളെ, നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങിയോ? ഇൻഷാ അല്ലാഹ് എല്ലാം പഠിച്ച് ഒന്നും പഠിക്കാതെയാണോ ഉള്ളത്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും പഠിച്ചതാണോ അല്ലേ? ഒന്നും തീരെ പഠിക്കാത്ത ആൾക്കാരുണ്ട് അല്ലേ? അവരെ ഉമ്മമാരെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഉസല്ലി ഫറള ളുഹരി 6ാമത്തെ പാഠം 7ാമത്തെ പാഠമാണ് ലാസ്റ്റ് പഠിക്കും. ബാക്കിയെല്ലാം നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അത്ര വലിയ എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ബാക്കിയൊക്കെ ഈസിയാന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യത്തെ പാഠം പഠിക്കാൻ പോകുന്നു 6ാമത്തെ പാഠമാണ്. അതിൽ നമ്മൾ നിയ്യത്ത് പഠിക്കണം. കഴിയുന്നവർ നിന്ന് നിസ്കരിക്കുക, പിന്നെ നിയ്യത്ത് ചെയ്യുക. പിന്നെ ഉസല്ലി ഫറള ളുഹരി 4 റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. ഈ വേർഡ് നമ്മൾ എങ്ങനെ പഠിപ്പിക്കും കുട്ടികളെ? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് എന്ന അത് ഇങ്ങനെ A4 ഷീറ്റിൽ വരഞ്ഞു കൊടുത്തിട്ട്, അല്ലെങ്കിൽ സ്ലൈഡിൽ എഴുതി കൊടുത്തിട്ട്, A4 ഷീറ്റിൽ വരയുന്നതാണ് ഏറ്റവും നല്ലത്. എന്നുവെച്ചാൽ ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് ഇങ്ങനെ കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ഇങ്ങനെ ളുഹർ 4, അസർ 4, മഗ്രിബ് 3, ഇശാ 4, സുബ്ഹ് 2. ഇങ്ങനെ മലയാളത്തിൽ നമ്മൾ എണ്ണം പറയും പോലെ പറയാം ആദ്യം. പിന്നെ അടുത്തതിന് നമ്മൾ എന്ത് ചെയ്യാം? അതിൻ്റെ അറബി പിന്നെ കണ്ടിന്യൂ ചെയ്യാം. അറിയാത്തത് ഫസ്റ്റ് തന്നെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ചിന്തിക്കാൻ. ളുഹർ ഉച്ച സമയത്ത് നമ്മൾ നിസ്കരിക്കുന്നത് ളുഹർ. പിന്നെ അസർ നമ്മൾ വൈകുന്നേരം നിസ്കരിക്കുന്ന ബാങ്ക് കൊടുക്കുന്ന അത് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അത് 4. പിന്നെ മഗ്രിബ് നമ്മൾ പുറത്തുനിന്ന് മുറ്റത്തുനിന്നൊക്കെ കളിച്ച് കയറുമ്പോൾ ഉള്ളത് മഗ്രിബ്. അങ്ങനെ ഒരു സാധാരണ നമ്മൾ മക്കളോട് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നതാണ്. ഇശാ നമ്മൾ 4 റകഅത്ത് 4 റകഅത്ത്. സുബ്ഹ് 2 ഇത്നാനി അല്ലെങ്കിൽ റകഅത്തൈനി എന്ന് പറയും. അത് ആദ്യം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പെട്ടെന്ന് ഗെയിം പോലെ ചോദിക്കുക. നമ്മൾ കളിപ്പിക്കുമ്പോൾ ളുഹർ 4, അസർ 4, മഗ്രിബ് 3, തെറ്റിയാൽ 3 എന്ന് പറഞ്ഞു കൊടുക്കുക. ഇശാ സ്പീഡായിട്ട് ചോദിക്കുക 4, സുബ്ഹ് 2. സുബ്ഹ് രാവിലെ മദ്രസ പോകുന്നതിന് മുന്നേയുള്ള നിസ്കാരം സുബ്ഹ് 2. എന്നിട്ട് വീണ്ടും സുബ്ഹിനെ അങ്ങനെ വ്യാഖ്യാനിക്കാം. മഗ്രിബിനെ രാത്രിയല്ല, ഉറങ്ങുന്നതിന് മുമ്പ് ഇശാ ആണ്. മുറ്റത്തുനിന്ന് കയറുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ വേഗം ഈസി ആയിരിക്കും കുട്ടികൾക്ക്. മഗ്രിബിന് കയറി നമ്മൾ പൊതുവെ എല്ലാവരും സംസാരിക്കുന്നത് മഗ്രിബിന് ഉള്ളിൽ കയറി എന്ന് പറയും. അതുകൊണ്ട് കുട്ടികൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കൂടുതൽ പറയുന്നില്ല. മഗ്രിബ് 3, സലാസ അങ്ങനെ പറയാം. അപ്പോൾ ഇതൊക്കെ 5ഉം അങ്ങനെ പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ എഴുതിയിട്ട് അടുത്തത് ഉസല്ലി ഫറള ളുഹരി 4 റകഅത്തിൻ അവരെ കൊണ്ട് എഴുതിക്കുക. മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. ഇത് എഴുതാൻ അറിയില്ല എന്ന് പറയും. പക്ഷെ എഴുതാൻ അറിയില്ല, നമ്മൾ കിതാബ് നോക്കിയിട്ട് എഴുതാൻ പറയും. നോക്കിയിട്ട് ആദ്യം എഴുതാം, അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പഠിക്കുക. പിന്നെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചോളും. നമ്മൾ വെറുതെ വിചാരിക്കുന്നത് അവർക്ക് അറിയില്ല. ഞാൻ ആദ്യം അങ്ങനെയാണ് വിചാരിച്ചു, കുട്ടികൾക്കൊന്നും അറിയില്ല, ആവൂല, പഠിക്കൂല, അക്ഷരം കൂട്ടി എഴുതാൻ അറിയൂല, അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ കുറച്ച് അവർക്ക് ഈസി ആവും പോലെ തോന്നിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ. ചില കുട്ടികൾക്ക് അങ്ങനെയാണ്, നമ്മളൊന്നും അറിയാത്തതിനും കാട്ടി നല്ലത് കുറച്ചെങ്കിലും അറിയുന്നില്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് സഹായിക്കുമ്പോൾ അവർ എഴുതിക്കോളും. അപ്പോൾ ഇങ്ങനെ നോക്കി എഴുതാൻ പറയും. പിന്നെ എന്ത് ചെയ്യുക? ഒരു 5 പ്രാവശ്യം വീണ്ടും മായഡബറോട് മായ്ക്കുക. എന്നിട്ട് വീണ്ടും അതുപോലെ എഴുതാൻ പറയാം. പിന്നെ എന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത് ഇത് കഴിഞ്ഞാൽ അടുത്തുണ്ട്. നമുക്ക് എഴുതിയിട്ട് താഴെ എഴുതി വേണമെങ്കിൽ കൊടുത്തിട്ട് ഇവിടുന്ന് റൗണ്ട് ചെയ്തിട്ട് അത് വേണമെങ്കിൽ അങ്ങനെ എഴുതിപ്പിക്കാം. പിന്നെ ഓട്ടോമാറ്റിക്കായി അവർ എഴുതിക്കോളും. അങ്ങനെ വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ അല്ലാഹു അക്ബർ, അതോടുകൂടി 2 കൈകളും ഉയർത്തിയ ശേഷം നെഞ്ചിന്റെ താഴെ വെക്കുക. അടുത്ത നമ്മൾ പഠിക്കുന്നത് വജ്ജഹത്തു ആണ്. വജ്ജഹത്തു എങ്ങനെ പഠിക്കും? വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അത് ഞാൻ 2 ദിവസം നല്ലപോലെ പറഞ്ഞു കൊടുത്തു. രാത്രി മാത്രം അരമണിക്കൂർ, ഒരു 10-15 മിനിറ്റ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് വജ്ജഹത്തു. ഓവർ ടൈം പഠിപ്പിച്ചില്ല. ഓരോ കുട്ടികളും മെമ്മറി വ്യത്യസ്തമാണ്. എന്നാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം വെറുതെ അതൊന്ന് ഓതിക്കൊടുക്കുക. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. അവിടെ നിർത്തണം. വജ്ജഹത്തു കുട്ടികൾക്ക് ഫുള്ള് ഓതാൻ അറിയൂല. അപ്പം വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ, വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ, വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി, ഫതറസ് സമാവാതി, ഫതറസ് സമാവാതി വൽ അർള, വൽ അർള, ഫതറസ് സമാവാതി വൽ അർള. അത് കഴിഞ്ഞാൽ അത് ഇതേപോലെ ഇങ്ങനെ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള, വൽ അർള അത് അവരെ കൊണ്ട് പഠിപ്പിക്കാം. ഹനീഫൻ മുസ്ലിമൻ, ഹനീഫൻ മുസ്ലിമൻ അത് നമ്മൾ പറയാം. ഹനീഫൻ മുസ്ലിമൻ, ഹനീഫൻ മുസ്ലിമൻ അത് അവർ കൂടെ പറയുന്നുണ്ടാവും. പിന്നെ വമാ അന മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീൻ, മുശ്രിക്കീനാണ് പ്രധാനപ്പെട്ട വീട്. അതാണ് കുറച്ച് വ്യത്യാസമല്ല. അപ്പോൾ അത് അവർ
അവർ വേഗം ക്യാച്ച് ചെയ്തോളും, അവർ മെമ്മറിയിൽ കയറ്റിക്കോളും. ബാക്കിയുള്ളത് നമ്മൾ പറയാം, അന്നേരം ബാക്കി അവർ പഠിച്ചോളും. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ. ആദ്യത്തെ അവർക്ക് ഓൾറെഡി മദ്രസയിൽ നിന്ന് കേട്ടിട്ട് അതറിയായിരിക്കും, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ. ബാക്കി ഫത്തറസ് സമാവാതി അതായിരിക്കും അറിയാത്ത. ഫത്തറസ് സമാവാതി, ഫത്തറസ് സമാവാതി വൽ അർള അവർക്കറിയില്ല. ഫത്തറസ് സമാവാതി വൽ അർള, വൽ അർള ഫത്തറസ് സമാവാതി, ഫത്തറസ് സമാവാതി വൽ അർള. അങ്ങനെ അവർ പറയും ഹനീഫം മുസ്ലിമൻ, ഹനീഫം മുസ്ലിമൻ. പിന്നെ വമാ അനമിനൽ മുശ്രിക്കീൻ, അത് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. വമാ അനമിനൽ മുശ്രിക്കീൻ. ഇന്ന സ്വലാത്തി, അങ്ങനെ പറയണം. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. എന്നിട്ട് ഇതേപോലെ എഴുതുക. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അതവരെ കൊണ്ടിരിക്കുക. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇങ്ങനെ എഴുതിപ്പിക്കുക. അന്നേരം വേഗം പഠിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി വജ്ജഹത്ത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പഠിക്കണം ഫാത്തിഹ ഓതുക. ഫാത്തിഹയുടെ തുടക്കത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നും അവസാനം ആമീൻ എന്നും പറയണം. സൂറത്ത് ഓതുക. ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതുക. റുക്കൂഇ ചെയ്യുക. റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. അത് എഴുതാൻ പഠിക്കാൻ ഇങ്ങനെ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. ഇങ്ങനെ വിട്ട ഭാഗം സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് കൊടുക്കുക. പിന്നെ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. റബ്ബിയൽ അളീം കുട്ടികളെ കൊണ്ട് എഴുതുക. ഞാൻ ബാക്കി 2 നമ്മൾ എഴുതുക. പിന്നെ തിരിച്ചിട്ട് റബ്ബിയൽ അളീം നമ്മൾ എഴുതുക. സുബ്ഹാന വബിഹംദിഹി അവരെ കൊണ്ട് എഴുതിക്കുക. മൂന്നാമത്തത് വീണ്ടും അതേ രീതിയിൽ. എക്സാമിന് ഇതുപോലെ ആയിരിക്കും ചിലപ്പം വരിക. അതുകൊണ്ട് ഈ 3 രീതിയിലും എഴുതി പഠിപ്പിക്കുക. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അടുത്തത് നിൽക്കാൻ കഴിയുന്നവൻ ഇരുന്ന് നിസ്കരിക്കാമോ? ഇല്ല. ഫാത്തിഹയ്ക്ക് മുമ്പ് എന്തൊക്കെ ചൊല്ലണം? ഊദ് ഓതണം. പിന്നെയോ ഫാത്തിഹയ്ക്ക് മുമ്പ് വജ്ജഹത്ത് ഓതണം. അത് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. ഫാത്തിഹയ്ക്ക് അത് കഴിയുന്നവർ നിന്ന് നിസ്കരിക്കുന്ന കുട്ടികളെ കൊണ്ട് നിർത്തിക്കുക. എന്നിട്ട് അവരോട് കൈകെട്ടാൻ പറയാം, അത് ഓതാൻ പറയാം. ഓതാൻ അറിയില്ല നമ്മൾ ഓതി കൊടുക്കുക. അവർ വെറുതെ അവിടെ നിന്നാൽ മതി, നമ്മൾ ഓതി കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് അടുത്ത് റുക്കൂയിലേക്ക് പോവുക. നമ്മളും അവരും ഓതുന്ന ആളാണെങ്കിൽ അവർ ഓതുക, അല്ലെങ്കിൽ നമ്മൾ ഓതിക്കൊടുക്കുക. അവരങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല. ചെയ്യുന്നവർ ചെയ്യട്ടെ, ചെയ്യുന്നവർ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേട്ടിട്ടെങ്കിലും പഠിക്കും കുട്ടികൾ. നമ്മളത് ഓവറായിട്ട് സ്ട്രെയിൻ എടുക്കേണ്ട കാര്യമില്ല. ഞാനങ്ങനെയാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ഫാത്തിഹയ്ക്ക് മുമ്പ് എന്തൊക്കെ ചൊല്ലണം? ഫാത്തിഹയ്ക്ക് ശേഷം എന്ത് പറയണം? ഫാത്തിഹയ്ക്ക് ശേഷം എന്ത് പറയണം? ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ വജ്ജഹത്ത് ഓതി എന്നൊരു കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. വജ്ജഹത്ത് ഓതി, അതിനുശേഷം വജ്ജഹത്ത് ഓതി, അഊദ് ഓതി, ഫാത്തിഹ ഓതി, സൂറത്ത് ഓതും അല്ലേ? സൂറത്ത് ഓതും. ഫാത്തിഹയ്ക്ക് ശേഷം എന്ത് പറയണം? ആമീൻ പറയണം. അതായിരിക്കും അവസാനം. ഫാത്തിഹയ്ക്ക് ശേഷം എന്ത് പറയണം? ആമീൻ പറയണം. ആമീൻ എന്ത് പറയണം? ആമീൻ പറയണം. മനപ്പാഠമാക്കാം. വജ്ജഹത്തു വജ്ഹിയ അത് ഫുൾ മനപ്പാടാക്കാം. ഇനി ക്രമീകരിച്ച് നമ്പർ ഇടാം. റുക്കൂഇ, നിയ്യത്ത്, ഫാത്തിഹ. ആദ്യം നമ്മൾ നിസ്കരിക്കും എന്ന് ചെയ്യാം. കഴിയുന്നവർ നിന്ന് നിസ്കരിക്കും. രണ്ടാമത് എന്താ ചെയ്യുക? നിയ്യത്ത് അല്ലെ? ആദ്യം നിൽക്കും. എന്നിട്ട് നമ്മൾ നിയ്യത്ത് പറയും. സല്ലി ഫറളുഹരി അർബഅറകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. അങ്ങനെ പറയും. എന്നിട്ടോ അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈകെട്ടും അല്ലെ? കൈകെട്ടിയതിനു ശേഷം വജ്ജഹത്തു ഓതും. ആദ്യം നമ്മൾ ചെയ്തത് നിയ്യത്ത് അല്ലെ? നിന്ന് നിസ്കരിക്കുമ്പോൾ ആദ്യം നിയ്യത്ത് ചെയ്ത് അപ്പോൾ 1 കൊടുക്കും. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? കൈകെട്ടി നമ്മൾ വജ്ജഹത്തു ഓതിയതിനു ശേഷം ഫാത്തിഹ ഓതി അല്ലെ? വജ്ജഹത്തു ഓതിയതിനു ശേഷം ഫാത്തിഹ ഓതി. പിന്നെ നമ്മൾ സൂറത്ത് ഓതി. സൂറത്തുണ്ട് ഇടാ? ലൈനിലുണ്ടാ? ഇല്ല. സൂറത്ത് ഓതി. പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കോയില് സുബ്ഹാന റബ്ബിയൽ അഅല സുബ്ഹാന റബ്ബിയൽ
അലീം വബിഹംദിഹി. സുബ്ഹാന റബ്ബിയൽ അലീം. അലീം റുക്കോയിൽ ഇങ്ങനെ, റുക്കോയിൽ നമ്മൾ എന്താ പറയണ്ടേ? സുബ്ഹാന റബ്ബിയൽ അലീം. അപ്പൊ മൂന്നാമത് റുക്കോയ് ഇവിടെ ഉള്ളത് വെച്ചിട്ട് മൂന്നാമത് റുക്കോയ്. അടുത്ത് ഫാത്തിഹ ശരിയായി ഓതി പഠിക്കുക. ഫാത്തിഹ ശരിയായി ഓതി പഠിക്കുക. കുറെ തവണ ഓതിയിട്ട് നമ്മൾ ഫാത്തിഹ പഠിക്കുക. എല്ലാ നിസ്കാരങ്ങളുടെയും നിയ്യത്ത് ശീലിക്കുക. എല്ലാ ഉസല്ലി ഫളോഹിരി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാൻ ലില്ലാഹി തആല. ഉസല്ലി ഫളൽ അസ്രി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാൻ ലില്ലാഹി തആല. അടുത്ത ഉസല്ലി ഫളൽ മഗ്രിബി ثلاث ركعات متوجهين الى القبلة أداء لله تعالى. അടുത്ത أصلي فضل عشاء 4 ركعات متوجهين إلى القبلة أداء لله تعالى. أصلي فضل الصبح 2 ركعات അല്ലെങ്കിൽ ركعتين. أصلي فضل الصبح 2 متوجهين إلى القبلة أداء لله تعالى. കൈ ഉയർത്തലും കെട്ടലും ചെയ്ത് ശീലിക്കുക. കൈ ഉയർത്തുക, കെട്ടുക, അത് ശീലിക്കുക. റുക്കുവ് ശരിയായ നിലയിൽ ചെയ്ത് പഠിക്കുക. റുക്കുവ് ശരിയായ രീതിയിൽ ചെയ്ത് പഠിക്കുക. അടുത്തത് എഴുത്തിദാൽ ചെയ്യുക. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് റുക്കുവിന്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് വരുക. നമ്മൾ റുക്കോയിൽ മുട്ടിന്റെ അടുത്ത് കൈവച്ച് ഇങ്ങനെ കുനിഞ്ഞിട്ട് റുക്കോയിലല്ല. അപ്പൊ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ ചോദ്യം ഉണ്ടാവും. റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ എന്ത് ചൊല്ലണം? റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ എന്ത് ചൊല്ലണം? റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ. റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ എന്ത് ചൊല്ലണം? സമി അല്ലാഹു ലിമൻ ഹമിദ. അത് കഴിഞ്ഞ് എഴുത്തിദാൽ വന്ന് നമ്മൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് കൈ നേരെ വെച്ച് താഴേക്ക്. അതിനുശേഷം എന്താ ചെയ്യാം? സമി അല്ലാഹു ലിമൻ ഹമിദ കഴിഞ്ഞിട്ട് കൈ വെച്ച് അതിനാണ് പറയാ എഴുത്തിദാൽ. എന്താ പറയാ? എഴുത്തിദാൽ. അതിനാണ് എഴുത്തിദാൽ എന്ന് പറയാം. എഴുത്തിദാലിൽ നമ്മൾ എന്താ ഓതണ്ടേ? ربنا لك الحمد ملء السماوات وملء الأرض وملء ما شئت من شيء بعد. അതും ഇതേപോലെ സമി അല്ലാഹു ലിമൻ ഹമീദ നമ്മൾ എഴുതി പഠിക്കണം. പെൻസിലോടോ പെന്നോടോ അല്ലെ എഴുതിയിട്ട് സ്കെച്ചിനോട് കൊണ്ട് എഴുതിയിട്ട് അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ റബ്ബനാ ലക്കൽ ഹംദു മിൽഅ സമാവാതി. പിന്നെ മിൽ ആന്ന് എഴുതിയിട്ട് സമാവാത്തി അവരെ കൊണ്ട് എഴുതിക്കുക. വമിൽ അൽ അർളി എന്നുള്ളത് അവര് വമിൽ ആന്ന് നമ്മൾ കൊടുക്കുക. അർളി അവരെഴുതുക. വമിൽ അമാ വമിൽ എന്ന് മാത്രം നമ്മൾ എഴുതുക. വമിൽ അമാ അവരെ എഴുതണം. അമാ ഷിഇത നമ്മൾ എഴുതുക. മിൻ ഷൈഇൻ ബഅദ് അത് അവരെ കൊണ്ട് എഴുതിക്കുക. അത് കഴിഞ്ഞ് സുജൂദ് ചെയ്യുക. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി. സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി. സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി ഇതാണ് വരിക. സുബ്ഹാന റബ്ബിയൽ അഅ്ല. മറ്റേത് റുക്കോയില് സുബ്ഹാന റബ്ബിയൽ അലീം. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. റബ്ബിയൽ അലീം വബിഹംദിഹി ഇതുപോലെ എഴുതാം. നമ്മൾ സുജൂദിൽ എന്തോന്നുണ്ട്? സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി. സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എഴുതും. റുക്കോയിൽ നിന്ന് മറ്റേത് എഴുത്തിദാലിൽ എഴുതി കൊടുക്കും. എന്നിട്ട് ആ റെഡ് കളറോട് ചെയ്യാം. എഴുത്തിദാലിൽ നിന്ന്. അപ്പൊ കുട്ടികൾക്ക് ഈസി ആയിരിക്കും. സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ ഏവ? സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ: നെറ്റി, മൂക്ക്, 2 മുൻകൈയിന്റെ പള്ളകൾ, 2 കാൽ മുട്ടുകൾ, 2 പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ. നെറ്റി, മൂക്ക്, 2 മുൻകൈയിന്റെ പള്ളകൾ, 2 കാൽ മുട്ടുകൾ, 2 പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ. അത് പറഞ്ഞ് പഠിക്കാം. 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. അതിൽ ചൊല്ലേണ്ട റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അതും ഇതേപോലെ എഴുതി പഠിപ്പിക്കണം.
ഇതുപോലെ എഴുതി കൊടുക്കുക. റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇത് നമ്പർ ഇടാൻ പറയാം. റബ്ബി ഗഫിർലി ആദ്യം നോക്കിയിട്ട് ഇത് അവിടെ നോക്കിയിട്ട് എഴുതാൻ പറയാം. 2 റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അങ്ങനെ കുട്ടികളോട് ഇവിടെ നോക്കിയിട്ട് ചെയ്യാൻ പറയാം. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇറേസർ മായടവരോട് മായ്ക്കാം. അതിനുശേഷം വീണ്ടും ചെയ്യാൻ പറയാം. അങ്ങനെ 3 തവണ ചെയ്യാൻ പറയാം. രണ്ടാമത് അടുത്ത സുബ്ഹാന റബ്ബിയൽ അളീം കൊടുക്കുക. അത് ഇവരെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത എന്തെങ്കിലും ഇറേസ് ചെയ്തിട്ട് മായ്ച്ചിട്ട് അവിടെ വെക്കുക. അപ്പോൾ അവർ അതുകൊണ്ട് ആ സമയത്ത് ചെയ്ത് തീർക്കും. അങ്ങനെ വ്യത്യസ്ത അങ്ങോട്ടും അപ്പുറം ഇപ്പുറം ചെയ്ത് നോക്കുക. അടുത്ത പിന്നെ മുസല്ലി അറിയുന്നതായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇത് നിയ്യത്ത് പഠിച്ചിട്ടുണ്ടാവും. ആ നിയ്യത്ത് വീണ്ടും ചൊല്ലിക്കുക. പിന്നെ റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ. അതപ്പോഴാണ് എഴുത്തുദാൽ ചൊല്ലണ്ടേ. എഴുത്തുദാൽ അതിങ്ങനെ കൊടുക്കുക. ഇതേപോലെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കിതാബിൽ നോക്കാൻ കുറേ സമയം എടുക്കുക അവരെഴുതി ചെയ്യാൻ. ഒന്നാമത്തത് കിതാബിൽ നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ വെക്കുക. ബാക്കി 2 വായിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക. മനസ്സിലായോ? അപ്പോൾ കുറേ ഈസി ആയിരിക്കും. തുമഇനീനത്ത് വീണ്ടും സുജൂദ് ചെയ്യുക. പിന്നെ തുമഇനീനത്ത് എന്താണ് തുമഇനീനത്ത് എന്ന് ചോദ്യം വരും. റുക്കൂഅ് ഇഅ്തിദാൽ 2 സുജൂദ്. റുക്കൂഅ് ഇഅ്തിദാൽ 2 സുജൂദ്, ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കം അടങ്ങണം. ഇതിന് തുമഇനീനത്ത് എന്ന് പറയുന്നു. തുമഇനീനത്ത് എഴുതാൻ പഠിപ്പിക്കുക. തുമഇനീനത്ത് ആദ്യം എഴുതുക. എന്നിട്ട് അതിനുശേഷം അവരെ കൊണ്ട് ഒരു 10 പ്രാവശ്യം എഴുതിപ്പിക്കുക. പിന്നെ ഇത് പറഞ്ഞു കൊടുക്കുക. റുക്കൂഅ് ഇഅ്തിദാൽ 2 സുജൂദ്, ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കം അടങ്ങണം. ഇതിന് തുമഇനീനത്ത് എന്ന് പറയുന്നു. ചോദ്യത്തിൽ ഇത് വരും. എന്നിട്ട് തുമഇനീനത്ത് എഴുതാനായിരിക്കും വൃത്തുണ്ടാവുക. അപ്പൊ ഇതിലെ ചോദ്യം തുമഇനീനത്ത് എന്താണ്, തുമഇനീനത്തിന്റെ സ്ഥലങ്ങൾ. പിന്നെ അടുത്തത് സുബ്ഹാന റബ്ബിയൽ സുജൂദിൽ എന്താ ഓതണ്ടേ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അടുത്ത റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം. അടുത്തത് ശരി അടയാളപ്പെടുത്തുക. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് നാം ചൊല്ലണം. എപ്പോൾ? സമി അല്ലാഹു ലിമൻ ഹമിദ എപ്പോഴും ചൊല്ലണ്ടേ? റുക്കോയിലേക്ക് പോകുമ്പോൾ അല്ലല്ലോ. റുക്കോയിൽ എന്താ ചൊല്ലണ്ടേ? സുബ്ഹാന റബ്ബിയൽ അളീം അല്ല. സമി അല്ലാഹു ലിമൻ ഹമിദ എപ്പോഴാ? റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ അല്ലെ. റുക്കോ ചെയ്ത് നമ്മൾ ഉയരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ. റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ ഇതാണ് ശരി. ബാക്കി സുജൂദിലേക്ക് പോകുമ്പോൾ അല്ല. സുജൂദിലേക്ക് പോകുമ്പോൾ എന്താ പറയാ? സുജൂദിൽ എന്താ പറയാ? സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്നാ പറയാ. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല. സുജൂദിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ റബ്ബി ഗഫിർലി അല്ലെ. ഇരിക്കുമ്പോൾ റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ് എന്ന് നാം ചൊല്ലണം. എപ്പോൾ? റുക്കോയിലാണോ? റുക്കോയിലല്ല. റുക്കോയിൽ നമ്മൾ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന ചൊല്ലാം. എഴുത്തിദാലിൽ ശരിയല്ലേ? എഴുത്തിദാലില്ലാന്ന് നമ്മൾ എന്ത് ചൊല്ലാം? റബ്ബനാ ലക്കൽ ഹംദു മിൻ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. സുജൂദിൽ എന്താ ചൊല്ലാം? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. എഴുത്തിദാലിൽ എന്താ ചൊല്ലാം? റബ്ബനാ ലക്കൽ ഹംദു മിൻ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. ഇത് നമ്പർ ഇട്ട് ക്രമീകരിക്കും. നമ്മൾ ആദ്യം ചെയ്തത് റബ്ബി ഗഫിർലി വർഹംനി ഇതേപോലെ കൊടുക്കും. എന്നിട്ട് നമ്പർ ഇടാൻ പറയാം. ഇൻഷാ അല്ലാഹ് ഓക്കെ. തിരിച്ചു പഠിച്ചെന്ന് കരുതുന്നു. ഇത് നമ്മൾ ബാങ്കെല്ലാം ഈസിയാന്ന് തോന്നുന്നു. ബാങ്കൊക്കെ നിങ്ങൾ എഴുതി പഠിപ്പിക്കാം, പറഞ്ഞ് പഠിപ്പിക്കാം. അതൊക്കെ ഈസി ആയിരിക്കും വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഓക്കെ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. പിന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കുട്ടികൾക്ക് നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കാതെ അല്ലെ, കുട്ടികൾ തന്നെ കാണുന്ന രീതിയിൽ ആ രീതിയിലുള്ള വീഡിയോസ് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എങ്ങനത്തെ വീഡിയോ വേണ്ടതെന്ന് വെച്ചാൽ. മദ്രസയിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അല്ലെ, കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ. നമ്മൾ ഏത് സമയം കിച്ചണിലും കാര്യങ്ങളും തിരക്കൊക്കെ ആകുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുട്ടികൾക്ക് പഠിക്കുന്ന രീതിയിൽ ഞാനും അങ്ങനെ തന്നെ ചെയ്യും. ചിലപ്പോൾ തിരക്കുള്ള സമയത്ത് ആ പാഠം അവിടെ വെച്ചു കൊടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇംഗ്ലീഷ് വായിക്കാനോ
എന്തെങ്കിലും പാഠപുസ്തകത്തിൽ എന്തെങ്കിലും വായിക്കാൻ ആ വീഡിയോ എടുത്ത് വെക്കും, എന്നിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതെങ്കിലും പഠിച്ചോട്ടെ, ആ അക്ഷരങ്ങളും പഠിക്കുമല്ലോ എന്ന്, അതെങ്കിലും കേൾക്കുമല്ലോ എന്നുള്ള ചിന്തിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കും. അങ്ങനെ ചെയ്യാറ് പതിവ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.